അപ്പോൾ ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് നെതർ പോർട്ടൽ ഉണ്ടാക്കണം, ഒന്ന് പോകണം, അവിടെ തിരിച്ചിട്ട് പണിയെടുക്കണം. പിന്നെ ഒരു സംഭവമുണ്ട്, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓഫ് ക്യാമ്പ് പണികളായ ഇവിടെ ഇവിടെ ഡയറക്റ്റ് വെക്കുക, അവിടെ ഡയറക്റ്റ് വെക്കുക, പിന്നെ കുറച്ച് ഗ്ലാസ് വെക്കുക, ഇവിടെ കുറച്ച് റെഡി ആക്കുക. ആ പണി ഞാൻ ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നെതർ പോയി വരാം. ഭയം. ഇപ്പോൾ നെതർ പോകാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു വാട്ടർ ബക്കറ്റാണ്. ഡയമണ്ട് പിക്ക് അറിയാത്തതുകൊണ്ട് ഒരു വാട്ടർ ബക്കറ്റ് മതി. പിന്നെ എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ വാട്ടർ ബക്കറ്റ് ചൊപ്സിയർ ഉണ്ടാക്കിയാണ്ട് ബോട്ടിൽ ഉണ്ടാക്കും. അതിവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ബട്ട് എൻ്റെ പണ്ടത്തെ ഒരു ലെക്സ് പ്ലേയിൽ ഇത് ചെയ്തിട്ട് അങ്ങ് മൂഞ്ചതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അത് വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ വേറെ ട്യൂട്ടോറിയൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ പോവാം. എന്ത് കാഡിന് അയ്യോ അടിപൊളിയാണുള്ളത്. ലിഫ്റ്റ് വലിയ പോകുള്ളൂ, ബട്ട് നല്ലൊരു ഇതാണ്. ഇത് നല്ല ഒരു ഇതാണ്, ഇതൊരു ലിഫ്റ്റാണ്. നമ്മൾ സ്റ്റോപ്പ് വരുമ്പോൾ നമ്മൾ വലിയ ഇങ്ങനെ അറിഞ്ഞാൽ മതി. ലിഫ്റ്റിൻ്റെ പണി നോക്കി വെക്കണം. ഞാൻ പറയാം, ഇത് നല്ല ഒരു ഇതാണ്, ഇത് വളരെ നല്ല ഒരു ഇതാണ്. ഇത് അത് ഏ ഏ ഏ ഏ ഏ അയ്യോ അയ്യോ, ഞാൻ കരുതി വഴി മറന്നുപോയത്. അപ്പോൾ ഇതിലോട്ട് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, സുഖമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണോ വീടിൻ്റെ അടുത്തുണ്ടാക്കണോ, ഇവിടുന്ന് കൊണ്ടുപോകണോ വീടിൻ്റെ അടുത്ത് ചെയ്യാം. ബട്ട് അത് കുറച്ച് ചോറ പിടിച്ച പരിപാടിയാണ്. നമ്മളത് ചെയ്യുന്നില്ല. പകരം എല്ലാവരും ചെയ്യുന്നത് പോലെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാക്കാം. കുറച്ചൊക്കെ അറിയാം, അവരറിയുന്ന രീതിയിൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയാം മക്കളെ, പലവരും എൻ്റെ നോക്കി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് റെഡിയാന്നൊക്കെ പറയും. ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളെ രീതിയിൽ ഉണ്ടാക്കുക. കാരണം പണ്ട് പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ നോക്കി ഉണ്ടാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് റെഡി നോക്കിയാൽ. അപ്പോഴാണ് മനസ്സിലായത്, നമ്മളത് റെഡി ആണെങ്കിൽ നമ്മൾ നമ്മളെ ബുദ്ധി വെച്ച് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യാവേ. ബൈ പോരാ. എൻ്റെ പുതിയ ഭാരം തന്നെ. കാരണം ഇതാ ഫുള്ള് പോർട്ടൽ ഉണ്ടാക്കിയ ഫുള്ള് പോർട്ടൽ ഉണ്ടാക്കി എങ്ങനെ ഒരു പീസാണ് എടുക്കാനില്ല. അതുപോലെ തന്നെ ഗ്രാവൽ ഫ്ലിൻ്റ് ഇല്ല. ഗ്രാവലുണ്ട് കേട്ടോ, ഗ്രാവലില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. ഗ്രാവലില്ല. അപ്പോൾ നമ്മൾ ഗ്രാവലില്ലാത്തത്, നമ്മൾ രണ്ട് സാധനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ മൈനിങ്ങിന് പോകണം ഞാൻ. അപ്പോൾ മൈനിങ് ക്യാമറയിൽ കാണിച്ചാൽ പോറാവും. അതിൻ്റെ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു വീഡിയോയിൽ മുഖം കാണിക്കും. എല്ലാവരുടെയും പേര് യൂട്യൂബ് പറയണത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും എൻ്റെ ഒന്നാമത്തെ വീഡിയോ കാണാത്തവർക്ക് എൻ്റെ ഫേസ് റിവീൽ തരാം. ബട്ട് ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഒന്ന് റെഡി ആക്കട്ടെ. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇങ്ങനെ എടുത്തുള്ള പ്രശ്നം, വീഡിയോ ഹാങ് ആവുകയും ചെയ്യും, നിങ്ങൾക്ക് ക്വാളിറ്റി കുറയുകയും ചെയ്യും.
ഫേസ് വേണമെങ്കിൽ കാണാൻ പറ്റും. ഹലോ ഹലോ ഹലോ, ലൈറ്റ് കുറവാ. യെസ് യെസ് യെസ്, ലൈറ്റ് കുറവാ. ദാറ്റ്സ് എ പ്രോബ്ലം. വലിയ കുഴപ്പമായിട്ട് മാമിന് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ജോയ്സ്റ്റിക്കില്ലേ ആ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത്, നമ്മളെ എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറ വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൻ്റെ ചെറിയൊരു ഭാഗം ക്യാമറയിൽ കാണുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അയ്യോ അമ്മേ, എടാ സോംബിയുടെ മോൻ വരുന്നടാ. പോടാ പോടാ പോടാ. അയ്യവാ, എടാ പോടാ നീ. ഇതല്ല, ഇതെന്നെ പറഞ്ചേടി കിടന്നത് തന്നെയാണ് ഞാൻ. ഹൈ അപ്പോൾ ഫേസ് കാണാത്തവർക്ക് ചെറിയൊരു ഫേസ് റിവീല്. അതാണ് സെഗ്മെൻറ്റ്, അതാണ് റിയൽ സെഗ്മെൻറ്റ് ഏത്. അപ്പോൾ മൈനിങ്ങിൽ അവരെടുക്കില്ല, ഞാൻ കരുതി എന്താ ഇപ്പോൾ സാധാമാരി മൈനിങ്ങിൽ പോവാം ഇത് അത് തന്നെ. ബട്ട് മറ്റേ കേവിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ അടിക്കാൻ കാണാം. ഇവിടെ ഞാൻ കുറച്ച് അടിയിലോട്ട് മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി അങ്ങ് മൈൻ ചെയ്താൽ മതി. ഏത് അത് തന്നെ. പിന്നെ ഇതാ ഗ്രാവലുണ്ട് കേട്ടോ. ഗ്രാവലിൻ്റെ അടുത്ത് പെട്ടിയിലും കുറേ ഉണ്ട്. അപ്പോൾ അത് സ്പാം ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വില്ലേജ് എടുത്തൊന്നുമില്ല. എടുത്തൊരു വില്ലേജ് കണ്ടെത്തണം. പിന്നെ ഒരു ബ്രീഡർ സെറ്റ് ചെയ്യണം. ബ്രീഡർ സെറ്റ് ചെയ്താൽ അയൺ ഫാർം ഉണ്ടാക്കാം, ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാം. നല്ല രീതിയിൽ നമുക്കത് മുതലാക്കാം. ഒരു നല്ല രീതി പാടുകണം. അതായത് ഫുൾ ഡയമണ്ട് ആറും ഡയമണ്ട് ടൂൾസും ഫിഷിങ് ചെയ്ത് കണ്ട് എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഗതികേടാണ്. വില്ലേജർമാരുണ്ട്, ഇതൊന്നും ഒരു ഗതികേടേ അല്ല. അപ്പം മൈൻക്രാഫ്റ്റിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടൊരു മോബാണ് വില്ലേജർമാർ. എടാ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു ആദ്യം കളിച്ച മൈൻക്രാഫ്റ്റ് എക്സ്പ്ലെയിനിൽ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനൊരു ബ്രീഡർ ഉണ്ടാക്കി. അതിന് ശേഷം ജീവിതത്തിൽ അത്ര ബ്രീഡർ ഉണ്ടാക്കില്ല. ആ ബ്രീഡർ ഫെയിലുമായി. എന്തൊരു കഷ്ടം. ഇതൊക്കെയാണ് അവസ്ഥ. വില്ലേജർമാരെ പണ്ടേ വെറുപ്പാണ്. എവളത് നമ്മളിത് ലെവൽ 25 എത്രയില്ല 25 എന്നൊക്കെ പറയുമ്പോൾ റാപ്പേ എത്ര താഴ്ത്തത്. ഇപ്പോൾ ലെവൽ 18 നമ്മളിനി കോഴിച്ചാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുരന്ന് പോയിക്കൊണ്ടിരിക്കുക. ലെവൽ 13 നമ്മുടെ ലക്ഷ്യം. ഇതാ ഈ ഒരു ലെവലിൽ ഇനി കേവ് ഉണ്ടാക്കണം. ഈ ഒരു വയലവല ഉള്ള കേവിലാണ് ഏറ്റവും കൂടുതൽ അയൺ. ചിലവരുടെ ഭാഷയിൽ, ഹിന്ദിക്കാരുടെ ഭാഷയിൽ ഐറൺ ഉണ്ടാവുക. ചില ഹിന്ദിക്കാർ സ്പെയിനിങ്ങിലൊക്കെ ഐറൺ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ രണ്ടും, അതായത് നിങ്ങൾ പറയുന്ന ആ സംഭവം അയൺ അല്ലെങ്കിൽ ഐറൺ, ഈ ഒരു ലെവലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു റെക്കോർഡിങ് നിർത്തിട്ട് അറിയാം മറ്റേ ആപ്പിൽ റെക്കോർഡ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് സ്മൂത്ത് കിട്ടും. മറ്റേ ഇതിലോട്ട് മാറി നമ്മൾ ഈ ഒരു ലെവലിൽ ഇങ്ങോട്ട് റിയാവുണ്ട്. ഏതെടുത്ത് മുന്നിലേക്ക് റിയാവുണ്ട്. അതിന് സൈഡിലോട്ട് അത് കുറച്ചും കൂടെ എടുത്തിരിക്കും. എടാ ഈ അയൺ ആർമർ ഞാൻ ആദ്യം കരുതിയത് കോപ്പർ ആയതിൻ്റെ പോരാ. അപ്പോഴാണ് കാര്യം വ്യക്തമായത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? അയണിന് അത്യാവശ്യം ഡ്യൂറബിലിറ്റി. ഇനിയിപ്പോ എല്ലാവരും പറയുന്നത് സ്ക്രിപ്റ്റഡാണ്. റബ്ബാണ് സത്യം മക്കള്, സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ. ഇത് ലക്ക് ബേസാണ്. ഇനി എന്താ ആൾക്കാർ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ലേ?
എല്ലാത്തിനും പോയി 5-12 സാഹചര്യം മക്കളെ പ്ലീസ് സ്ക്രിപ്റ്റർ അല്ല പറഞ്ഞുണ്ടാക്കരുത് സ്ക്രിപ്റ്റർ അല്ല സ്ക്രിപ്റ്ററാണിപ്പോൾ സുഖമല്ലേ ഒരു ചാക്കാരുടെ കൈ പിടിച്ചാൽ പോലെ സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ള സ്ക്രിപ്റ്റഡ് അല്ല അപ്പോൾ നമ്മൾ എത്താനായി വരുന്ന കരി പോകണം പറഞ്ഞു തരുന്നില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലുണ്ടോ പിക്കുട്ടിനെ എപ്പോഴോ എന്തൊരു കഷ്ടാടാ പിക്ക് പോട്ട് പന്നെ പിക്ക് എപ്പോഴും പോട്ടും അതെ ഇതാണ് പറഞ്ഞത് ഇതിന് ഡ്യൂറബിലിറ്റി ഇല്ലടാ നമ്മൾ പിക്ക് ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ നിന്ന് സംഭവിച്ചത് ആർക്കറിയാം അടായിക്ക് ഞാൻ ഇപ്പം അടുത്ത് ഒരു 3 വർഷങ്ങൾക്ക് മുന്നെയാണ് മൈൻക്രാഫ്റ്റിലോട്ട് എത്തുന്നത് ഒരുപാട് പാവം ചെക്കന്മാരെ കുറെ കുള്ളന്മാര് പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ഗ്ലാസ് സ്റ്റോൺ ഇല്ലേ ഈ ഗ്ലാസ് സ്റ്റോൺ കൊണ്ട് പോർട്ടൽ ഉണ്ടാക്കി അതിൽ വാട്ടർ ബക്കറ്റ് വെച്ചാല് വേറെ പോർട്ടൽ തുറയും എടാ എന്തൊരു തട്ടിപ്പാടാടാ എടാ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നോട് ഒന്നേ പറയാനുള്ളൂ എടാ എന്താടാ കുട്ടികളെ പറ്റാറെ പോണെന്ന് എനിക്ക് ഒന്നറിയില്ലടാ പിന്നെ ഇൻഷാല്ലാ ഞാൻ വലിയൊരു മടിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഉറപ്പ് പറയില്ല ചിലപ്പോൾ ഇന്ന് ഒരു ഷോർട്സ് വരുന്നതായിരിക്കും എൻ്റെ അടുത്തുള്ള കുറച്ച് മോഡ്സിനെ പറ്റി ഷോർട്സ് വരുന്നതായിരിക്കും ഇൻഷാല്ലാ അവന് പറയാനുള്ളത് എന്താ പറയണേ ഒരു പിക്കുണ്ടാക്കാൻ എടമണ്ട ചവിടുന്ന പിക്ക് ഉണ്ടാക്കിന് വെറുതെ പടം വരെ വന്നു ഇൻവെർട്ടറിലാണെങ്കിൽ ഇതുണ്ടായിരുന്നു ക്രാഫ്റ്റ് മറ്റേ ഇതുണ്ടായിരുന്നു പറയാം മറ്റേ ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഈ മൈൻക്രാഫ്റ്റ് മറ്റേ ഒരു ഗെയിം മൈൻക്രാഫ്റ്റ് മാതിരി ആക്കണം ഒരു ചെറിയ ഗ്ലിച്ച് കയറാം അത് എൻ്റെ പൊന്നാരെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തരണം എന്ന് എനിക്കുണ്ട് ബട്ട് ഒരു പ്രശ്നമുണ്ട് എന്താണല്ലേ പറഞ്ഞത് എന്താ വെച്ചിട്ടില്ല രണ്ടും ഉണ്ടാക്കാൻ വന്നത് എൻ്റെ വീട്ടിൽ കയറുന്നുണ്ട് ഓടാവിടെ എന്താ പ്രശ്നമല്ലേ പറയാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് 3 സ്ട്രൈക്ക് ഒപ്പം കിട്ടും അപ്പോൾ ഞാൻ അതിനെ പറ്റി ഇങ്ങനെ ഇതിനെ പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് എന്ന് പറയാനില്ല സ്ട്രൈക്ക് കിട്ടൂല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ വരുന്നതായിരിക്കും എന്താണല്ലേ ഞാൻ ഒരു ഗെയിം ആ ഗെയിമിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടും ആ ഗെയിം എങ്ങനെ മൈൻക്രാഫ്റ്റ് പോലെ ആക്കണം എന്ന് ഞാൻ ചിലപ്പോൾ ചെറിയ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ ആരോട് സബ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ചാനലത്തെ ഏത് വീഡിയോ നിൽക്കുന്നത് തമ്മനയിൽ ചിലപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് എടാ എല്ലാവർക്കും സപ്പോർട്ടായിട്ട് കാരണം എൻ്റെ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട് ഞാൻ പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട് ഇവിടെ ആ ഒരു സബ് ചെയ്തില്ലടാ വെറും 450 സബ് ഉണ്ട് മോശമായി ഞാൻ ഇനി കുറച്ച് അയ്യൻ കളക്ട് ചെയ്തിട്ട് നിങ്ങളതിന് അപ്ഡേറ്റ് ചെയ്യാവേ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് വട്ടത്തിൽ മുഞ്ചിപ്പോയി എന്താന്നല്ലേ പറഞ്ഞുതരാം ഇതിലെ പോയി കയറി എത്തി എന്നിട്ടാണ് സത്യം ഞാൻ മനസ്സിലായത് എന്നിട്ടാണ് സത്യം മനസ്സിലാക്കുന്നത് എന്താന്നല്ലേ പറഞ്ഞുതരാം ഞാനിതിലോട്ട് വന്നിട്ടുണ്ടാ എന്നോ അറിയില്ല ഞാൻ ഇതിലോട്ട് വന്നിട്ടുണ്ട് പറ്റ മുഞ്ചിപ്പോയി അപ്പോൾ ഇനി എടുത്തുള്ളത് ഇതാ ഇങ്ങോട്ടുള്ളതാണ് മറ്റേ നല്ല വിട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും പിന്നെ ഇത് ഞാനീ പറയണത് 1ാമത്തെ ഡിസ്പ്ലേ ഞാൻ വീഡിയോ എടുക്കാം
രണ്ടാമത്തെ ഡിസ്പ്ലേ എക്സ്ട്രാവിഷൻ ഓണാക്കാൻ അങ്ങനെ നല്ല കേട്ടോ. ഓരോ എനിക്ക് എടുത്തിട്ടോ. ഞാനിത് പറഞ്ഞ മുകളിലുള്ള മിനി മാപ്പ് അടുത്തയ്യണ്. അയ്യോ എന്തൊരു കാഴ്ചടാ. നാട്ടായിരുന്നു കയറി സ്ട്രിക്റ്റ് ആയിരുന്നൂലേ. എല്ലാത്തിയത് ഇതുവരെ ആയം കിട്ടിയിട്ടില്ല. അതറിയോ, ഇതുവരെ കേവ് തെരഞ്ഞു പോയപ്പോൾ ആയം കിട്ടിയില്ല. കേവ് തെരഞ്ഞു പോണ വഴിയിൽ കേവ് ആയം കിട്ടിയില്ല. കേവ് തെരഞ്ഞു പോണ വഴിയിൽ ആയം കിട്ടി. എല്ലാത്തിനും എല്ലാം കത്തിച്ച് പോയി. എന്തോ ചെയ്യൂന്ന് പറഞ്ഞ് നോക്കണം. മക്കളെ നിങ്ങളിത് കാണുക. അമൃച്ച ഗോൾഡ് ഇരിക്കുന്നു. അയണിരിക്കുന്നു, ഗോൾഡ് ഇരിക്കുന്നു, അയണിരിക്കുന്നു. എടാ ഞാൻ റിച്ചായി. ഞാൻ റിച്ചാടാ. അതെ അംബാനിയുടെ പേരക്കുട്ടി കെത്തു. അംബാനിയുടെ കൂടെ പഠിച്ചതാണ്, ഞാൻ അറിയില്ല. നമ്മൾ സൂക്ഷിച്ചു വേണം പോവാൻ. നിൽക്കണ ബ്ലോക്കിൽ നേരെ ആകാശത്തോട്ട് പോകും. നേരെ നമ്മൾ ആകാശവാണി 12 അപ്പോൾ നെതറിൻ്റെ കാര്യം, നെതർ ഇന്ന് പോകാൻ പറ്റിയിട്ട് പോവാം. അവിടെ കുറച്ച് അയൺ ഇരിക്കുന്നു, അത് നമുക്ക് എടുക്കാം. അതിൻ്റെ മുമ്പ് നമ്മളിതാ പോണേ. നമുക്ക് ആദ്യം ആ അയൺ എടുക്കാം. പല ആൾക്കാരും ഡ്രീം ബെഡ്വാറിൽ വെക്കണ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡിക്കോയേഴ്സ് വെക്കണ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തിന് ടെക്നോബ്ലേഡ് ബെഡ്വാറിൽ വെക്കണ പാറ്റേൺ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വെക്കണ പാറ്റേൺ ടിമ്മ ചില ഗെയിംസ് വെക്കാറുണ്ട്. ബട്ട് ഫസ്റ്റ് വെച്ചതിന് കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വെച്ച് നോക്കിക്കോളും. ഓക്കെ, അടുത്ത അയാൾ പൊട്ടും. ആരാ പറഞ്ഞ പൊട്ടില്ലാന്ന്? ഞങ്ങളങ്ങ് പറയുകയാണോ? ഇനി അടുത്ത അയൺ എവിടെയുണ്ട്? നമുക്ക് അയൺ മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഉണ്ട് ഗോൾഡ്. ഇവിടുത്തെ ഗോൾഡിൻ്റെ മഴയെ അവിടെയാണ് ഇരിപ്പുണ്ട്. അവിടെ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോകാം. ഇനി ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ. ഞാൻ വേറെ മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നില്ല. എടാ ലെക്ക് ബേസാണ് അത്. ഓരോ സീഡിൽ വന്ന് ലെക്ക് ബേസാണ് നോക്കളെ. സത്യത്തിൽ നല്ല രീതിയിൽ ലെക്ക് നോക്കിയിട്ടാണ് ഇത് കിട്ടിയത്. പക്ഷെ എൻ്റെ അമ്മോ, ഈ ലാഭം ഇവിടെ ഉണ്ട്. ഈ ലെക്ക് പോയിനു. ഇതാണ് ഈ ലെക്ക് എന്തെങ്കിലും കിട്ടാൻ നമ്മൾ പിരാന്തമാരാ മതിയോ? ഓക്കെ, പോടാ അടിയും പോടാ. ഓ വേറെ തുല്യ മോശമായി പോയി. അങ്ങോട്ട് ഇരിപ്പുണ്ട്, അവിടെ ഒന്നിരിപ്പുണ്ട്. ഇപ്പം തന്നെ 21 ദോഗിൻ. ഇനി 6 ഉണ്ടാക്കൊണ്ട് നമ്മൾ വേറെ വരാം. ഒന്ന് കഴിഞ്ഞു വന്നിട്ടുള്ളൂ. നമുക്ക് കുറച്ച് കിട്ടി. ഇത് മതി. ഓവറായിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അഹങ്കാരം. അയ്യോ, ഇങ്ങനെ വീട്ടിൽ പോകും. ഇതുപോലെ വഴിയത് അതിൽ അറിയാം. തരണോ?
വിളിക്കുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇപ്പം വരാട്ടാ, ഇപ്പം വരാം. നമ്മുടെ വീഡിയോ എനിക്ക് കുറച്ചും കൂടി എടുക്കണം എന്നുണ്ട്. കാരണം വീഡിയോ കണ്ടില്ലല്ലോ. നമുക്ക് ഇനി എന്തുണ്ടാക്കാണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാണ്ട് ഒക്കെ റെഡി ആക്കാണ്ട്. ബട്ട് ഒരു പ്രശ്നം പറ്റി ഗൈസ്, ചെറിയൊരു തിരക്കുണ്ട്, ചെറിയ സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ. See you later. Bye.